സന്ദീപ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 3 പേരൊക്കെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആ 3 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരുടെയെങ്കിലും നില അപകടകരമായ വിധത്തിൽ തുടരുന്നുണ്ടോ, ആരോഗ്യനില തുടരുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, മറ്റ് ആർക്കും അത്ര കണ്ട് ഗുരുതരമായ പരിക്കുകൾ ഉള്ളതായിട്ട് ഇല്ലെങ്കിൽ അപകടകരമായ രീതിയിലുള്ള പരിക്കുകൾ ഉള്ളതായിട്ട് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഈ 3 പേർക്ക് മാത്രമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. അവരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയും 2 പുരുഷനുമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റാരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എല്ലാവരും തന്നെ ആശുപത്രികളിലാണ്. ഇവിടെ മറ്റ് രക്ഷാപ്രവർത്തനം ഇനി നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളില്ല. ബസ്സിൽ നിന്നുള്ള പൂർണ്ണമായും ആളുകളെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുണ്ടക്കയം ആശുപത്രിയിലേക്കാണ് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയുന്നത്. അവിടേക്കാണ് ഈ പരിക്കേറ്റവരെ അടക്കം എത്തിച്ചിരിക്കുന്നത്. 30ഓളം ആളുകൾ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഈ മരണപ്പെട്ട ആളുകളെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും മറ്റ് നടപടികളിലൊക്കെ വളരെ വേഗത്തിൽ, അതായത് മരിച്ചവരിൽ ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ്. പ്രാഥമിക വിവരം അനുസരിച്ച് ഇവർ മാവേലിക്കരക്കാരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിവായി വരുന്നതേയുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടർമാർ ഈ ഇടുക്കി പുല്ലുപാറയിലേക്ക് നമ്മളുടെ വാർത്താ സംഘത്തിലെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും, പ്രാദേശിക ലേഖകർ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അവരിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിക്കുക. ഈ തൊട്ടടുത്തുള്ള ആശുപത്രി മുണ്ടക്കയമാണോ സന്ദീപ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ പെരുവന്താനത്തിന് താഴ്വശത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. പെരുവന്താനത്തിനടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്നത് മുണ്ടക്കയത്തേക്കാണ്. തിരികെ പീരുമേട്ടിലേക്ക് എത്തുന്നതിനും ദൂരം അധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും അല്പം കൂടുതലായിട്ടുള്ള, ഇല്ലെങ്കിൽ ഇച്ചിരി വിദഗ്ധമായ ചികിത്സ ലഭ്യമാകുന്നതും അവിടെയാണ്, ഈ മുണ്ടക്കയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ സാരമായി പരിക്കേറ്റ ആളുകളെ അടക്കം മുണ്ടക്കയത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. വളരെ വേഗത്തിൽ അവിടേക്ക് എത്തിക്കുവാനും കഴിഞ്ഞത്. 30ഓളം ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്, ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസ് ഒരുപക്ഷെ ഇടത്തേക്ക് പരമാവധി ഡ്രൈവർ ഈ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട വിവരം യാത്രക്കാരെ അറിയിച്ചിരുന്നു. പക്ഷേ വലത്തോട്ട് വെട്ടിച്ച് അവിടെ ഇടിച്ചു നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അപകടം ഒഴിവാക്കാൻ സാധിക്കുമോ നമുക്കറിയില്ല. ആ റോഡിന്റെ അവസ്ഥയും ആ സമയത്ത് അവർ പാനിക്കാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ രാവിലെ 6 മണി സമയത്തൊന്നും വലിയ തിരക്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന യാത്രക്കാരും ആ വഴി സഞ്ചരിക്കുന്ന ബസ്സാണല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രാഷ് ബാരിയർ അവിടെ സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രാഷ് ബാരിയറിൽ ഇടിക്കുകയും പിന്നീട് താഴേക്ക് വന്ന വാഹനത്തിന്റെ ഒരു വലിയ വേഗത, ആ വന്ന വേഗത കുറഞ്ഞ് അധികം വേഗതയിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധികം താഴ്ചയിലേക്ക് ഈ ബസ് പതിക്കാതിരുന്നത്. ഈ ക്രാഷ് ബാരിയർ തകർത്തതിന് ശേഷമാണ് താഴേക്ക് ബസ് മറിയുകയും ഈ റബ്ബർ മരങ്ങളിലടക്കം ഇടിച്ച് തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മുമ്പ് ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ അതിനും താഴ്വശത്തേക്കായിരുന്നു ബസ് മറിയുന്നത് ഇല്ലെങ്കിൽ ഈ അപകടം നടന്നതിന്റെ 2 വശങ്ങളിലേക്ക് അങ്ങോട്ട് മുൻപോട്ടോ പുറകോട്ടോ മാറിയിരുന്നെങ്കിൽ ആ അപകടം വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു എന്നതിന് സംശയമില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രാദേശിക ലേഖകരടക്കം അവിടെ നേരിട്ടെത്തി ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ചതിന് ശേഷം വിവരങ്ങൾ നൽകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആ ദാരുണമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ സന്ദീപ് ശേഖരിക്കുക. ഇപ്പോൾ പുല്ലുപാറയിൽ നിന്ന്